ആപ്പിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു കിച്ചൺ സീരീസാണ് കേട്ടോ. നമ്മളിനി അങ്ങോട്ട് കുറച്ച് എപ്പിസോഡ്സൊക്കെ നല്ല ഭംഗിയുള്ള കിച്ചൺ, കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ്, കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കിച്ചണാണ് കേട്ടോ. 2-3 കിച്ചൺ നമ്മൾ കാണിക്കുന്നുണ്ട്. നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ കൂടെ നിന്നുള്ളത് ഗണേഷ് ബിൽഡേഴ്സിൻ്റെ ഫൗണ്ടറായ ശരത്താണ്. അപ്പം നമുക്കിന്ന് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട്, എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, ഒട്ടും ഐഡിയ ഇല്ലാണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വന്നാലാണ് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള സംശയങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ളിൽ നിന്നുള്ള സംശയങ്ങളും പിന്നെ അതിലുപരി നമ്മുടെ ക്ലയൻസിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കോളോ യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഒരുപാട് സാധാരണക്കാരുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഡൗട്ട്സൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ചോദിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ശരത്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് ബേസിക് ആയിട്ടുള്ള വരുന്ന ഒരു ഇതില്ല ക്യാബിനറ്റ്. ഇതിപ്പോൾ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സാധാരണ സ്റ്റീലിൻ്റെ ഫിനിഷ് വരുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ അതിൻ്റെ ടോപ്പിൽ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇതിനകത്ത് നമുക്ക് ഫുള്ളി ഫോമാണ് ഇതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത്. നമുക്ക് സാധാരണ ഇതിൻ്റെ ഫ്രെയിം മാത്രമല്ല, നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഈ ടോപ്പിൽ വരുന്ന ഫിനിഷ് പോലെ തന്നെ ഇൻസൈഡിലും നമുക്ക് സെയിം ഫിനിഷ് തന്നെയാണ് വരുന്നത്. ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നമുക്ക് ഇതിൻ്റെ പുറത്ത് നമുക്ക് ഇപ്പോൾ ഈവൻ നമുക്ക് ടച്ച് ചെയ്താൽ പോലും നമുക്കൊരു മറ്റ് മാർക്സോ സ്ക്രാച്ചോ ഒന്നും വരാത്ത രീതിയിലുള്ള ഒരു കോട്ടിങ്ങും കൂടി ഈ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ഡൗട്ട് സ്റ്റീൽ ആവുമ്പോൾ സ്ക്രാച്ചസ് വരുമോന്നായിരുന്നു കേട്ടോ. ഒരു ആള് ചോദിച്ചിരുന്ന ഡൗട്ടായിരുന്നു സ്ക്രാച്ച്. അപ്പം സ്ക്രാച്ചസ് വരില്ല, സ്ക്രാച്ച് പ്രൂഫ് ആണ്. ഈവൻ നമ്മൾ ടച്ച് ചെയ്താൽ പോലും ആ ഒരു ഫിംഗർ പ്രിന്റ് വരെ അതിൽ വരുന്നില്ല, അത്രയും കാണുന്നില്ല. അതെ അതെ അതെ. വെറാന്റീസ്ലിവിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്, ഇത് ഡൽഹി ബേസ്ഡ് ബ്രാൻഡാണ്. ഇത് മെയിനായിട്ട് ഡൽഹി ബേസ്ഡ് ഒരു കമ്പനിയാണ്. അവിടെ നമ്മളിപ്പോൾ ഒരു കിച്ചൺ നമ്മൾ മെഷർമെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കിച്ചണിലെ എല്ലാ ആക്സറീസും എല്ലാ ഇതിന്റെ ടോട്ടൽ ബോക്സസും ടൈന ബോക്സ് എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് വരുന്നത് തന്നെ ഡൽഹിയിൽ നിന്നാണ്. നമ്മളിതിന്റെ മെഷർമെന്റ്സ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30 to 45 ഡേയ്സിനകത്ത് ഇതിന്റെ എല്ലാ വർക്കും കഴിച്ചിട്ട്, എക്സ്ക്ലൂഡിങ് ഇതിന്റെ കൗണ്ടർ ടോപ്പിലെ വർക്കുകൾ ഒഴികെ ബാക്കി അല്ലാതെ ക്ലയന്റിന്റെ സൈഡിൽ നിന്ന് വരുന്നതാണ് ഒഴികെ ബാക്കി എല്ലാ വർക്കുകളും നമുക്ക് അവിടെ നിന്ന് കഴിച്ച് പാക്ക് ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമ്മൾ ഇൻസ്റ്റാളേഷൻസ് മാത്രമാണ് നമുക്ക് ഇവിടെ നാട്ടിൽ നമുക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ വരുമ്പോൾ നമുക്ക് വരുന്നത്. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ വന്ന് ഓർഡർ ചെയ്തിട്ട് ഇത് പ്ലേസ് ചെയ്യാൻ ഏകദേശം എത്ര ഡേയ്സ് എടുക്കും? നമുക്കിപ്പോൾ ഓർഡർ ചെയ്ത സാധനം മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈറ്റ് ഇൻസ്റ്റാളേഷൻ ആയിട്ടാണ് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 1 വീക്ക് മതി. നമുക്ക് 1 വീക്കിനകത്ത് തന്നെ നമുക്ക് ഇതിന്റെ ഇൻസ്റ്റാളേഷൻസ് എല്ലാം നമുക്ക് തീരും. സാധാരണ നമ്മൾ പ്ലൈവുഡിലോ അല്ലെങ്കിൽ മൾട്ടിവുഡിലോ ചെയ്യുമ്പോൾ വീട്ടിലിട്ട് ചെയ്യുന്നത് പോലെയുള്ള മറ്റുള്ള പ്രോബ്ലംസ് നമുക്ക് വരുന്നില്ല. നമ്മൾ സൈറ്റ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഒരു 1 വീക്ക് മാത്രം നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനകത്ത് 200+ കളേഴ്സ് അവരുടെ ഈ ബ്രാൻഡിൽ അവൈലബിൾ ആണ്. ഇപ്പൊ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഇപ്പൊ താഴെ യൂസ് ചെയ്തിരിക്കുന്ന യെല്ലോ കളേഴ്സ് ഒക്കെ അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് സാധാരണ ഇതിന്റെ കളേഴ്സിന്റെ ഒരു ഇതുണ്ട്. നമ്മളിപ്പോ ഒരു ക്യാബിനറ്റ്സ് ഫിക്സ് ചെയ്ത് തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ പിന്നെ അത് മാറ്റാണ്ട് ആ ക്യാബിനറ്റ്സ് അത് അങ്ങനെ തന്നെ നിൽക്കും അല്ലെ, ആ കളർ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. പക്ഷെ ഇവിടെയുള്ള ഒരു സ്റ്റീൽ കിച്ചന്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഇത് ഫെയ്ഡ് ആവില്ല എന്നാണ് കമ്പനി പറയുന്നത്. ഫെയ്ഡ് ആവില്ല. ഇനിയിപ്പോൾ നമുക്കൊരു ചേഞ്ച് വേണം അല്ലെങ്കിൽ നമ്മുടെ ഒരു കിച്ചൺ കുറച്ചുകൂടെ ഭംഗിയാക്കണം എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്കിതിന് പെയിൻറ്റിങ് ചെയ്ത് നമ്മുടെ ആ കിച്ചൺ നമ്മൾ റിനോവേഷൻ പോലെ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും ചേഞ്ചസ് വരുത്താം. അപ്പോൾ അതൊരു ഹൈലൈറ്റ് ആണ് സ്റ്റീൽ കിച്ചൻ്റെ. എനിക്ക് തോന്നുന്നു വേറൊരു കിച്ചണും അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അല്ലേ. ഇതിലിപ്പോൾ നമുക്ക് എന്താ ഇതിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മളിതിൽ ചെയ്യുന്ന പെയിന്റ്സ് മൊത്തം PU പെയിന്റ്സ് ആണ്. നമ്മൾ കാർസിനൊക്കെ ചെയ്യുന്ന PU പെയിന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത്രയും അപ്പോൾ അതൊരു പോയിന്റ് ആണ് കേട്ടോ. നമ്മൾ നിങ്ങൾക്കറിയാം, അപ്പം നമ്മൾ കാറിന്റെ പെയിന്റിനൊന്നും നമ്മൾ ഒരിക്കലും മാറ്റാറില്ല. കാരണം അപ്പം അതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്കത് അതിൽ മനസ്സിലാവും. കാരണം അത്രയും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിൽ മൊത്തം യൂസ് ചെയ്യുന്നത്. അത്രയും ക്വാളിറ്റിയുള്ള പെയിന്റ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് മാറ്റ് ഫിനിഷസ് അവൈലബിൾ ആണ്, നമുക്ക് സ്റ്റീലിന്റെ കളേഴ്സ് ഉള്ളത് അവൈലബിൾ ആണ്. നമുക്ക് ഈവൻ നമ്മൾ കിച്ചൺ ഏത് ടൈപ്പ് ഓഫ് കളേഴ്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിൽ 200+ കളേഴ്സിന്റെ ഒരു കോമ്പിനേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള കിച്ചൺസ് ഈവൻ ഇപ്പം നമ്മൾ നമ്മുടെ വീടിന്റെ ഇപ്പം നമ്മൾ ചെയ്യുന്നത് സ്റ്റീലിന്റെ ഒരു കളറിലാണ് നമ്മളിപ്പോൾ വീടിന്റെ ഈ കിച്ചണിന്റെ ഡോർസും മറ്റും നമ്മൾ നിർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിലും ഒരു 10 years കഴിഞ്ഞോ നമുക്ക് ഇതിന്റെ അല്ലെങ്കിൽ 5 years കഴിഞ്ഞോ നമുക്ക് ഇതിന്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഊരി മാറ്റി നമുക്ക് അതിനകത്ത് PU പെയിന്റ്സ് ചെയ്ത് നമുക്ക് വേറെ കളേഴ്സ് ആക്കാനുള്ള ഓപ്ഷൻസും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം സ്റ്റീൽ കിച്ചൺ എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി എക്സ്പെൻസീവ് അല്ലേ. അപ്പോൾ ഇതിന് എക്സ്പെൻസീവ് ആണ് നമുക്കറിയാം. പക്ഷെ എങ്ങനെയാണ് ഇതിന്റെ റേറ്റിംഗ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്ക്വയർ ഫീറ്റ് ആണോ അതോ റണ്ണിങ് എങ്ങനെയാണ് അത്
നമുക്കിതിന് സ്റ്റീൽ കിച്ചൺസ് യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് അല്ല നമുക്ക് വരുന്നത്. അതിനകത്ത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ സ്പെക്കിൻ്റെ ഒരു കോസ്റ്റാണ് വരുന്നത്. എന്നാലും ഒരു റണ്ണിങ് ഫീറ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇത്രയുള്ളൊരു കിച്ചൺ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു 4 to 5 lakhs ആണ് നമുക്ക് ഈ കാണുന്ന. ഇത് ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ്? ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 15 ഫീറ്റിന്റെ അടുത്താണ് നമുക്ക് വരുന്നത്. ഏകദേശം ഒരു 15 ഫീറ്റിന്റെ കിച്ചൺ ചെയ്യാൻ അറൌണ്ട് എത്രയാണ് പറയുന്നത്? ഇതിന്റെ ടോപ്പ് യൂണിറ്റും ബോട്ടം യൂണിറ്റും എക്സ്ക്ലൂഡിങ് നമുക്ക് ഈ ഹോബ് ആൻഡ് ചിമ്മണി ഒഴികെ നമുക്കിത് ഫുള്ളി ഫിനിഷ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു 4 to 5 lakhs ആണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. അപ്പോൾ റണ്ണിംഗ് റേറ്റിൽ നിന്നല്ല, ടോട്ടൽ കോസ്റ്റ് അത് 15 ഫീറ്റ് ആണ് വരുന്നത്. നമുക്ക് റണ്ണിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റണ്ണിംഗ് ഫീറ്റ് കോസ്റ്റ് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് എന്താണ് ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്? ഇതിൽ നമ്മൾ സാധാരണ ഓട്ടോമാറ്റിക് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന അതെല്ലാം ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യുന്ന ടാൻഡം ബോക്സസ് എല്ലാം ഇപ്പൊ നമുക്ക് ഇതിന് കാണാം. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഹാഫിൽ ഹെറ്റിച്ച് തുടങ്ങിയ ബ്രാൻഡ്സിൻ്റെ ഒക്കെയാണ് ടാൻഡം ബോക്സസും ഐറ്റംസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ചില എന്താ പറയുക, നമുക്ക് കിച്ചൺസിൽ നമുക്ക് വരുന്ന സംശയമാണ്. ഇപ്പോൾ ഈ കിച്ചണിൽ സ്റ്റീലിൻ്റെ കിച്ചൺസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അലമാരകളിലൊക്കെ യൂസ് ചെയ്യുന്ന പോലുള്ള സൗണ്ട്സ് വരും എന്നൊക്കെ. അത് ക്ലോസ് ചെയ്ത് കാണിക്കാം. ഇത് ഫാസ്റ്റായിട്ട് ക്ലോസ് ചെയ്താൽ നമ്മൾ മറ്റേ ബാക്കിയുള്ള കിച്ചൺ അതിൻ്റെ സൗണ്ട് ഒന്നും ഇല്ല. സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസ് ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. നമുക്ക് അതിനകത്ത് ഡോർസ് ആയാലും എല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ്. പിന്നെ ഇന്ത്യയാണെങ്കിൽ നമുക്ക് കാണാം അതിനകത്ത് നല്ല ഗ്രേഡുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ 304 ഗ്രേഡിൽ വരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിന് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്നും ഒരിക്കലും ഒരു ഫെയ്ഡ് ആവുക അല്ലെങ്കിൽ വേറെ കംപ്ലയിൻറ്റ്സ് വരിക അതൊക്കെ ശരിക്കും നമുക്ക് ടെസ്റ്റ് ചെയ്ത് അറിയണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഹിഞ്ചസിനെ പറ്റിയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹിഞ്ചസ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം ഇതിന്റെ ഹിഞ്ചസിന്റെ തന്നെയാണ്. നമ്മൾ സാധാ ഇത് ക്യാബിനറ്റ്സിന് യൂസ് ചെയ്യുന്ന സെയിം ഹിഞ്ചസ് ആണോ ഇതിൽ യൂസ് ചെയ്യുന്നത്, അതോ ഇതിന് സംതിങ് ഡിഫറെന്റ് ആണോ? അല്ലല്ല, സെയിം ഹിഞ്ചസ് തന്നെയാണ്. പക്ഷേ ഇത് ബ്രാൻഡ്സ് നമുക്ക് മാറുമ്പോഴാണ് ഇതിനകത്തുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക്. സാധാരണ ഹിഞ്ചസിന് നമുക്ക് പ്രോബ്ലംസ് വരുന്നത് ഈവൻ നമ്മളിത് ഡോർസിൽ പിടിപ്പിക്കുന്നതും നമ്മളിതിപ്പോൾ ഈവൻ ഇന്റീരിയറിൽ നമ്മൾ പിടിപ്പിക്കുന്ന പ്ലൈവുഡോ അല്ലെങ്കിൽ മൾട്ടിവുഡോ എന്തെങ്കിലും ആണെങ്കിൽ ആ മെറ്റീരിയൽസിന് ഇഷ്യൂ വന്നിട്ടാണ് നമുക്ക് ഇതിനകത്ത് പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ ഈ സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഫുള്ളി ഫോമാണ്, ലിക്വിഡ് ഫോമാണ്. അത് ഇതിനകത്ത് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ ടൈറ്റായി. ഇതിനകത്ത് പിന്നെ അത് ഒരിക്കലും ഒരു 10 വർഷമോ ഇതിന്റെ കാർക്കേസിനൊക്കെ ആണെങ്കിൽ നമുക്ക് ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ്, ഒരു പ്രോബ്ലം ഒരിക്കലും വരുന്നില്ല. അപ്പൊ പിന്നെ നമ്മുടെ ഒരു കോള് യൂസർ ചോദിച്ചൊരു ചോദ്യമാണ്, തുരുമ്പ് വരും? ഇല്ല, ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ഹിഞ്ചസിന്റെ ഒക്കെ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്യുവർ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ മെറ്റീരിയൽസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് തുരുമ്പ് വരുന്നില്ല. അപ്പൊ അതാണ് 304 ഗ്രേഡും 202 ഗ്രേഡും ഉണ്ട്. 2 ഗ്രേഡാണ് നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നത്. അത് ശരിക്കും നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആസിഡ് ടെസ്റ്റ് ചെയ്താലാണ് നമുക്ക് കൂടുതലായിട്ട് അത് അറിയാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഈ പറഞ്ഞ പ്യുവർലി സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒരിക്കലും നമുക്ക് തുരുമ്പോ മറ്റുള്ള പ്രോബ്ലംസും വരില്ല. നമ്മൾ സ്റ്റെയിൻലെസ് കിച്ചന്റെ വേറൊരു മോഡലാണ് നമ്മൾ കാണിക്കുന്നത്. സെയിം തന്നെയാണ്, പക്ഷെ ഇതിന് പെയിന്റ് നമ്മൾ നേരത്തെ കണ്ടത് റോ ആണ് കണ്ടത് പക്ക. പക്ഷെ ഇതെന്ന് പറയുന്നത് ജസ്റ്റ് പെയിന്റഡ്. ഇതിനൊരു കോപ്പർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇതിനെ പറ്റിയിട്ടൊന്ന് കൂടുതൽ പറയാം. ഈ ഇതിലെ കിച്ചണിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഡ്യൂക്ക പെയിന്റിംഗ് ആണ്. ഡ്യൂക്ക പെയിന്റിംഗ് ആണ് നമ്മൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ആ ഡ്യൂക്ക പെയിന്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്റെ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, എന്താണ് ഡ്യൂക്ക പെയിന്റിംഗ്? എക്സ്പ്ലെയിൻ ചെയ്യൂ ശരത്, എന്താണ് ഡ്യൂക്ക പെയിന്റിംഗ്? ഡ്യൂക്ക പെയിന്റിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു എയർ ഡ്രൈയിങ് ടെക്നോളജിയാണ്. നല്ല മെറ്റൽസിലും നല്ല വുഡ്സിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു പെയിന്റിംഗ് ആണത്. എയർ ഡ്രൈയിങ് ടെക്നോളജിയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ യൂണിറ്റിനകത്ത് മൊത്തം നമ്മൾ ചെയ്തിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു മാറ്റ് ഫിനിഷിലായിട്ട് ഒരു കോപ്പർ ഫിനിഷിൽ വന്നിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നല്ലൊരു ഫിനിഷിംഗ് ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. നമുക്ക് പൊതുവെ അവിടുന്ന് സൂര്യപ്രകാശം വരുന്നുണ്ട്, അതും കൂടെ ഇതെല്ലാം അടിക്കുമ്പോൾ ഭയങ്കര ഭംഗി വരുന്നുണ്ട് ഈ കളർ. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കിച്ചൺ ആണ്, വളരെ നല്ല രീതിയിൽ. ഇതിൽ ഇൻബിൽറ്റ് ആയിട്ട് അല്ലെ, ഇൻബിൽറ്റ് ആയിട്ട് ഫ്രിഡ്ജ് വരുന്നുണ്ട്. ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചോളൂ. അത്യാവശ്യം എല്ലാം വരുന്നുണ്ട്. ഇതിനകത്ത് അപ്പുറത്ത് വരുന്ന നമുക്ക് ടോൾ യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഗ്ലാസ്സിൽ എക്സ്പോസ്ഡ് ആയിട്ട് നമുക്ക് പുറത്തുനിന്ന് കാണാവുന്ന രീതിയിൽ ഐറ്റംസ് വെക്കുന്ന ഒരു പോർഷനാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ അതിനപ്പുറത്ത് വരുന്നതും ഒരു ടോൾ യൂണിറ്റ് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു നല്ല ഭംഗിയുള്ള ക്രോക്കറി വെക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെക്കാനൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ. മാക്സിമം മിനിമം സ്പേസിൽ മാക്സിമം സ്റ്റോറേജസ് കീപ്പ് ചെയ്യാനായിട്ടാണ് ഇത്ര ടൈപ്പുള്ള കിച്ചൺസ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. 2 ടോൾ യൂണിറ്റ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ കിച്ചണിലേക്ക് 2 ടോൾ യൂണിറ്റ്. എനിക്ക് തോന്നുന്നു ഇതൊരു ഐലൻഡ് കിച്ചൺ പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ശരത് എറൗണ്ട് ഇപ്പോൾ ഇത്രയും ഈ ഒരു പോർഷൻ അല്ല ഇതിൽ വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു സെക്ഷൻ കൂടെ ഇതിൽ വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ ട്രാൻസ്പെറൻ്റ് ആയിട്ട്. പക്ഷെ നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇത് ഇഷ്ടമുള്ളവർക്ക്, ചിലവർക്ക് ഇത് ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെ കാണാൻ.
പക്ഷേ ചില ആൾക്കാർക്ക് നല്ല ഷോ പീസസ് ഒക്കെ വെക്കാൻ നല്ല ഇഷ്ടമുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു കിച്ചണിന് എല്ലാവർക്കും പ്രൈസാണ് കേട്ടോ മെയിൻ അറിയേണ്ടത്. എനിക്ക് തോന്നുന്നു അല്ലേ കൂടുതലും എല്ലാവർക്കും എന്താണ് റേറ്റ് വരുന്നത്. ഈ കിച്ചണിന് നമുക്ക് ടോട്ടലായിട്ട് നമുക്ക് കോസ്റ്റ് വരുന്നത് 8.25 lakhs പ്ലസ് GST ആണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. 8.25 ലക്ഷം പ്ലസ് മുകളിലേക്കാണ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് പ്യുവർലി ഫുൾ ആയിട്ട് നമുക്ക് വരുന്നത്. നമ്മൾ നേരത്തെ സ്റ്റീൽ ക്യാബിനറ്റ്സ് കാണിച്ചപ്പോൾ നമ്മളത് പെയിന്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഡൗട്ട് എന്തായാലും എല്ലാവർക്കും വരും, ഇത് ഓൾറെഡി നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതും ഇനി ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും. നമ്മൾ പറഞ്ഞത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കിച്ചൺ, അതാണ് ഒരു ഹൈലൈറ്റ് അല്ലെ. ഈ സ്റ്റെയിൻലെസ് കിച്ചന്റെ ഒരു ഹൈലൈറ്റ് തന്നെ പറയുന്നത് പെയിന്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അത് എത്ര സമയം കഴിഞ്ഞാലും ഇപ്പോൾ ഈവൻ നമുക്ക് 5 year 10 year എത്ര സമയം കഴിഞ്ഞാലും നമുക്ക് ഇതിന്റെ ഒരു കോമ്പിനേഷൻ നമുക്ക് മാറ്റണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെയിം പെയിന്റോ അല്ലെങ്കിൽ വേറെ PU പെയിന്റ്സോ യൂസ് ചെയ്ത് നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് ഡിസൈൻസും കളേഴ്സും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇതിൽ നമുക്ക് ഫ്രിഡ്ജ് വരുന്നത് പോലെ തന്നെ മൈക്രോവേവിന്റെ കൺവെൻഷനും ഗ്രില്ലും 2 ഓപ്ഷനിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു വലിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ഹാഫ്ലേയുടെ കൺവെൻഷൻ ഓവൺ ആണ് അല്ലേ യൂസ് ചെയ്തിരിക്കുന്ന. ജസ്റ്റ് ഇങ്ങനെ സ്വിച്ച് അമർത്തിയാൽ മതി. ഇവിടെ ഗ്രില്ലിനുള്ളൊരു ഓപ്ഷൻ കൂടെയുണ്ട്. എനിക്ക് ഇതിൽ കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നത് എന്തിനെ പറ്റിയിട്ടാണ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ. കൗണ്ടർ ടോപ്പ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇത് കൊറിയൻ ടോപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഗ്രാനൈറ്റ് ചെയ്യാം, ഈ പറഞ്ഞ പോലെ കൊറിയൻ ടോപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ ഇറ്റാലിയൻ മാർബിൾ ചെയ്യാം, അങ്ങനെ പല ടൈപ്പിലുണ്ട്. നമ്മൾ ഇത്രയും എക്സ്പെൻസീവ് ക്യാബിനറ്റ്സ് നമ്മൾ കൊടുക്കുമ്പോൾ ഏതാണ് അതിനോട് മാച്ച് ചെയ്ത് പോകുന്നത് ഏതാണ്? അത് എല്ലാം നമുക്ക് മാച്ചിങ് ആയിട്ട് കിട്ടുന്നു. ഇപ്പോൾ കൊറിയൻ ടോപ്പിൽ നമുക്ക് ഇപ്പോൾ ഈ ഡിഫറെൻറ്റ് കളേഴ്സിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെസ്റ്റേണിലൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നത് ഇറ്റാലിയൻ മാർബിൾസ് ഒക്കെയാണ്. അതാണ് കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിട്ട് വരുന്നത്. അവിടെ ഒരുപാട് പേര് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. എന്നാലും കുറച്ചുകൂടി കൂടുതലായിട്ട് എക്സ്പെൻസീവ് ആയിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് ഈ ഇറ്റാലിയൻ മാർബിൾസ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു എല്ലാവരും ഇത്രയും എക്സ്പെൻസീവ് ഒരു കിച്ചൺ ആവുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. പറഞ്ഞു ലൈഫ് ലോങ് ആണെന്ന് പറഞ്ഞു, എന്നിരുന്നാലും ഇതിന്റെ ഒരു ഗ്യാരണ്ടി വാറണ്ടിയെ കുറിച്ച് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും. ഇതിനെ കുറിച്ചൊരു കമ്പനീസ് നമുക്ക് തരുന്നത് ഒരു 15 years ആണ്. നമുക്ക് ഈ പറഞ്ഞ കമ്പനി നമുക്ക് ഒരു വാറണ്ടി ആയിട്ട് നമുക്ക് തരുന്നത് 15 years നമുക്ക് കമ്പനി ഒരു വാറണ്ടി ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. ഇതിനിപ്പോൾ ഹുഡ് ആൻഡ് ഹോബ് ചെയ്തിരിക്കുന്നത് ഹാഫ്ലേയുടെ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കിച്ചൺസ് ഒക്കെ വരുമ്പോൾ എപ്പോഴും ഹാഫ്ലേയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഹാഫ്ലേ ഇമ്പോർട്ടഡ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഹാഫ്ലേ പിന്നെ കേട് വരുന്നത് വളരെ കുറവാണെന്നാണ് കേട്ടത്. ഞാൻ ഹാഫ്ലേനെ പ്രൊമോട്ട് ചെയ്യല്ല, പക്ഷെ എനിക്ക് പൊതുവേ എല്ലാവരും പറയുന്നത് കുറച്ചുകൂടെ നല്ലതാണെന്ന് അങ്ങനെ രീതിയിൽ പറയുന്നുണ്ട് അല്ലേ. നമ്മൾ ഇത്രയും നേരം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി അതിന് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള GI സ്റ്റീലാണ് നമ്മൾ കാണാൻ പോകുന്നത്. കുറച്ചും കൂടെ റേറ്റൊക്കെ കുറച്ചുകൂടെ കുറവാണ് കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് ചിലവർക്ക് ഇഷ്ടമുണ്ടാവും, കുറച്ചും കൂടെ മെയിൻ്റെനൻസിനൊക്കെ നല്ലതാണ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു കിച്ചണാണ്. ഇതെങ്ങനെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്? ഇതിന്റെ പ്രൈസിങ് നമുക്കിത് GI മെറ്റീരിയലാണ് വരുന്നത്. GIയിൽ പൗഡർ കോട്ടിങ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ PU പെയിന്റ്സിൽ തന്നെ നമുക്ക് സെയിം ഫിനിഷിൽ തന്നെ വരുന്നതാണ്. ഇതിനകത്ത് നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു 3 to 4 lakhs ആണ് നമുക്ക് ഇത്തരം ഒരു കിച്ചൺ ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് വരുന്ന കോസ്റ്റ്. അപ്പോൾ ഇതിലും നമ്മൾ നേരത്തെ പെയിന്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, അത് നമുക്ക് ഇതുപോലെ ചേഞ്ച് ചെയ്യാം, നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ ഓക്കെ. നമുക്ക് ഇതുപോലെ ഗ്ലോസി പെയിന്റ്സ് വേണമെങ്കിൽ ഗ്ലോസി പെയിന്റ്സ് യൂസ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് തന്നെ നമുക്ക് ഇതിനകത്തും ഇൻസൈഡ് നമുക്ക് വരുന്ന GI മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇൻസൈഡിൽ നമുക്ക് സെയിം പെയിന്റ് GI പെയിന്റ് PU പെയിന്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മറ്റേ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് ഇൻസൈഡ് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് സെയിം മെറ്റീരിയൽ തന്നെ നമ്മൾ PU പെയിന്റ് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. എല്ലാ ബോക്സിനകത്തും നമുക്ക് സെയിം ഇതുപോലെ പെയിന്റിങ്സ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നിയൊരു ഡൗട്ടാണ്, ഇതിൽ ഹാൻഡിൽസ് വെക്കണ്ട? അല്ല, ഇതിപ്പോ നമ്മൾ ഹാൻഡിൽ ഫ്രീ ആയിട്ടുള്ള ഡിസൈനാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് നമ്മൾ നേരത്തെ കണ്ട പോലെയുള്ള പ്രൊഫൈൽ ഹാൻഡിൽസ് നമുക്ക് വേണമെങ്കിൽ വെക്കാം. ഇതിപ്പോ ഹാൻഡിൽ ഫ്രീ ആയിട്ട് വെച്ചിട്ടുള്ള ഒരു മോഡൽ. അടിയിലൊരു സ്പേസ് നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ അടിയിലൊരു സ്പേസ് കൊടുക്കും നമുക്ക് ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാം ഈസി ആയിട്ട്. അപ്പോൾ ഒരു ഹാൻഡിൽസിന്റെ നമുക്കൊരു ഇതിനകത്ത് കുറയും. പിന്നെ മറ്റേതിൽ പോലെ തന്നെ നമുക്ക് ടാൻഡം ബോക്സും ബാക്കിയുള്ള സംഗതികളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇതൊക്കെ കബോർഡ്സ് ആണ്. ടാൻഡം ബോക്സും ഐറ്റംസ് ഒക്കെ നമുക്ക് അതെ ഈ ഒരു കബോർഡിനകത്താണ് നമുക്ക് ടാൻഡം ബോക്സ് ഐറ്റംസ് ഒക്കെ നമുക്ക് വരുന്നത്. അതെല്ലാം സാധാരണ നമുക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. നമ്മൾ നേരത്തെ കിച്ചണിലൊക്കെ നമ്മൾ ഹാഫ്ലേ ആണ് കണ്ടിട്ടുണ്ടായിരുന്നത് ആക്സസറീസ്. ഇതിൽ വരുന്ന ആക്സസറീസ് നമുക്ക് കുറച്ചുകൂടെ കുറയ്ക്കണല്ലോ കോസ്റ്റ്. അപ്പം നമ്മൾ ഏതാ ചെയ്യുന്നത്? ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഹെറ്റിച്ചാണ് മെറ്റീരിയൽസ്. നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ആക്സസറീസിന്റെ ടാൻഡം ബോക്സും മറ്റുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം ഹെറ്റിച്ചിന്റെയാണ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ടോൾ യൂണിറ്റ്സിലും എല്ലാത്തിലും നമ്മൾ ഇവിടെ ഒരു ടോൾ യൂണിറ്റും കൂടെ വരുന്നുണ്ട് കേട്ടോ.
അത്യാവശ്യം ടോൾ യൂണിറ്റ് എന്ന് പറയുന്നതിൽ കുറച്ചും കൂടെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടോൾ യൂണിറ്റിനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ആ ഒരു കമ്പനിയുടെ തന്നെയാണ് ഈ GI സ്റ്റീലും വരുന്നത് അല്ലേ? ഓക്കെ, അവരുടെ തന്നെയാണ് വരുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സ്റ്റെയിൻലെസ് കിച്ചനെ കുറിച്ചിട്ട് അത്യാവശ്യം എല്ലാ ഇൻഫർമേഷനും നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അടുത്ത എപ്പിസോഡുമായി ഞാൻ വരുന്നത്. എന്തായിരുന്നു ശരത്തിന്റെ എക്സ്പീരിയൻസ്? വളരെ നന്നായിരുന്നു. അപ്പോൾ നമുക്ക് കിച്ചണിൽ എന്തൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിലെ കിച്ചനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് വിളിക്കാം. തീർച്ചയായും ഇഷ്ടപ്പെട്ടവർ ഈ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബാക്കി എന്താ പറയുക, സനിയ പറഞ്ഞോളൂ. ബാക്കി കോളോ ആപ്പിൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾ കണ്ടതിൽ ഒരുപാട് സന്തോഷം. നന്ദി.